എല്ലാവർക്കും പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീറ്റ്റൂട്ട് മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്നുള്ള രീതി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ്. ബീറ്റ്റൂട്ട് തോരൻ ഇതൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട് അല്ലെ, പക്ഷെ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പിയുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. എന്തായാലും ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോ പതിവ് പോലെ നിങ്ങളോടും കൂടി ആയിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഇതിപ്പോ ബീറ്റ്റൂട്ട് ഞാൻ കൈകൊണ്ട് തന്നെ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിക്കുന്നതാണ്, ഇച്ചിരി കട്ടിക്ക് തന്നെ. എന്റെ പിള്ളേര് ബീറ്റ്റൂട്ട് തോരനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കില്ല. അപ്പൊ ഞാൻ പിന്നീട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അവര് കഴിക്കണുണ്ട്. ഇപ്പൊ ചോറ് കഴിച്ചില്ലെങ്കിലും ഇതാണെങ്കിലും പറക്കി കഴിച്ചോളും. അപ്പൊ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കിക്കൊടുത്താൽ ഇഷ്ടപ്പെടും. ബീറ്റ്റൂട്ട് തോരൻ കഴിക്കാത്ത പിള്ളേർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടപ്പെടും. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കഞ്ഞിക്കാണ് കൂടുതൽ മാച്ച് ഈ മെഴുക്ക് പുരട്ടി. അപ്പോ ഞാൻ കഞ്ഞിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോ നല്ല കോമ്പിനേഷൻ ആണ്. കഞ്ഞിയും ചൂടോടെ ഈ ബീറ്റ്റൂട്ട് മെഴുക്ക് പുരട്ടിയും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പോ എനിക്ക് കൂടുതൽ തോരനേക്കാളും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇതാ അപ്പൊ ബീറ്റ്റൂട്ട് ഇതുപോലെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കൈകൊണ്ട് തന്നെ. ഇനി നമുക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഇപ്പോ ഒരു സവാള എടുത്തിട്ടുണ്ട്. അത് ഇച്ചിരി വലിയ പീസായിട്ട് മുറിച്ചതാണ്. പിന്നെ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ എരിവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇതിപ്പോ കുട്ടികൾക്ക് കൂടി കൊടുക്കാവുന്ന പാകത്തിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഓവർ എരിവുള്ള പച്ചമുളകും അല്ല. അപ്പോ വലിയവർക്ക് ഒക്കെ കഴിക്കാൻ കൂട്ടത്തിലാണെങ്കിൽ ഇച്ചിരി കൂടി പച്ചമുളകൊക്കെ കൂട്ടി എടുക്കാവുന്നതാണ്. പച്ചമുളകിന്റെ ടേസ്റ്റ് ഇച്ചിരി മുമ്പിൽ നിൽക്കണം, അപ്പോഴാണ് ടേസ്റ്റ് കൂടണത്. ഇനി നമുക്ക് ഈ സവാളയും പച്ചമുളകും കൂടി ഇച്ചിരി ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴച്ചെടുക്കാം. വല്ലാണ്ട് അങ്ങോട്ട് മുരിഞ്ഞൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് ആ പച്ചച്ചുവയ്ക്ക് ഒന്ന് മാറി കിട്ടിയാൽ മതി. കുറച്ചു നേരം ഒന്ന് വഴച്ചെടുക്കാം. ഇതായിപ്പോ ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് കറിവേപ്പിലയോ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടുതൽ സാധനങ്ങളൊന്നും ചേർത്ത് കുളമാക്കാണ്ടിരിക്കണതാണ് നല്ലത്. തേങ്ങാപ്പീര അങ്ങനെ ഒന്നും ഇട്ട് വെറുതെ കുളമാക്കണ്ട, കാരണം പിള്ളേർക്ക് അതൊന്നും ഇഷ്ടാവില്ല. തേങ്ങ ഇടുന്നതൊക്കെ ചില പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല, എന്റെ മോക്കൊന്നും ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ പിള്ളേർ കഴിക്കുമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ ഉണ്ടാക്കുമ്പോ തേങ്ങാപ്പീര ഒന്നും ഇട്ട് കൊടുക്കാറില്ല. ജസ്റ്റ് ഇതൊന്ന് നമുക്കിനി ആവിയേറ്റി എടുക്കണം. ആ വെളിച്ചെണ്ണ കിടന്നൊന്ന് ബീറ്റ്റൂട്ടൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നം. അടിക്കൊന്നും പിടിക്കരുത്. സിമ്മിൽ വെച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ജസ്റ്റ് ആ വെളിച്ചെണ്ണയിലൊക്കെ കിടന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ്റൂട്ടൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരും. ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് തുറന്നായിരുന്നു പാത്രം. ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമുക്ക് പയ്യെ ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചൊക്കെ എടുക്കാം. ഇതിപ്പോ കുറച്ചു നേരമായി, എനിക്ക് കറക്റ്റ് ഭാഗത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കഞ്ഞിയുടെ ഒപ്പം ഒന്ന് കണ്ടു നോക്കിയാലോ ബീറ്റ്റൂട്ടിനെ. കഞ്ഞി കുടിക്കുമ്പോൾ ഞാൻ മിക്കപ്പോഴും ബീറ്റ്റൂട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. കാരണം ചോറിന്റെ ഒപ്പം അത്ര കോമ്പിനേഷൻ അല്ല. പിന്നെ ചോറിന്റെ ഒപ്പം വേണമെങ്കിൽ സൈഡായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇച്ചിരി ചാറുകറിയൊക്കെ വേണ്ടി വരും. തോരൻ കഴിക്കണ പോലെ അല്ല കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. എനിക്കും തോരൻ അത്ര ഇഷ്ടമല്ല. അപ്പൊ എങ്ങനെയെങ്കിലും ബീറ്റ്റൂട്ട് അകത്ത് ചെല്ലണ്ടേന്ന് ഓർത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരീക്ഷിച്ച് നോക്കണതാണ്. പിള്ളേരാണെങ്കിലും കഞ്ഞി കുടിക്കാണ്ട് ഇത് പറക്കി തിന്നുമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി പിള്ളേർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കും എന്നുള്ളത്. അപ്പോ ഞാൻ സ്ഥിരം ഇങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കാറ്. ഞാൻ തോരൻ വെക്കാറേ ഇല്ല. അപ്പോ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം. പിള്ളേർ കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം. ഇങ്ങനെ എത്ര പേര് ഉണ്ടാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത് എന്റെ റെസിപ്പിയാണ്, ഞാൻ ഉണ്ടാക്കാറുള്ളതാണ് മിക്കപ്പോഴും. വേറെ ആരും ഉണ്ടാക്കി ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇഷ്ടമായാല് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.